സമ്പത്തിൽ പാതി ഇവൻ എന്തോ ചെയ്തു, ദരിദ്രന്മാർക്ക് കൊടുത്തു, പിന്നെ ബാക്കി പകുതിയുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് ചതി നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് പകുതി സമ്പത്ത് പോവുകയും പകുതി സമ്പത്തിനകത്ത് 4 ഇരട്ടി ഈ ചതിവായിട്ട് വാങ്ങിയോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇവൻ എന്തോ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയാം, അവന് കാശ് കയ്യിൽ നിന്ന് പോയെങ്കിലും കർത്താവിനെ കിട്ടി. ഇനി നമ്മൾ പൊതുവെ അങ്ങ് പറയാം, നമ്മളാണെങ്കിൽ പറയും എന്തായാലും കാശ് ഇത്രയില്ലേ, 2 മാസമൊക്കെ സ്പോൺസർ, പിന്നെ അച്ഛനെ നമ്മൾ വാഴിച്ച് സ്റ്റേജിൽ അങ്ങിരുത്തും. അച്ഛൻ ആരാന്നറിയോ? കാരണം ആ മാസിക സ്പോൺസർ ചെയ്തതിൻ്റെ സന്തോഷമാണ്. കൺവെൻഷൻ 50,000 രൂപ, ദൈവഹിതം അല്ലാത്ത കണ്ണീരിൻ്റെ കാശ്, സഭയ്ക്കകത്ത് ഭൂഷണമല്ല. അങ്ങനെയുള്ള നന്മ നമുക്ക് വേണ്ടാന്നേ. അത് പോയാലും കർത്താവിനെ പിടിക്കണം. മനസ്സിലായവർക്കാണ് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വന്നിരിക്കുമ്പോണ്ടല്ലോ, അസൂയ അകത്ത് വെച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന സഹോദരിയോട് മിണ്ടത്തില്ല, പക്ഷെ വന്നിരുന്നൊരു ഭയങ്കര അന്യഭാഷയാണ്, ദൈവം കേൾക്കില്ല. 1/2 മണിക്കൂർ സ്റ്റേജ് വെച്ച് പച്ചയ്ക്ക് പ്രബോധനം കത്തിക്കും, പക്ഷേ എന്ത് ഭാഷയും പറയും. അതെന്തോ പ്രബോധനം? ഇത് അടുത്തിരിക്കുന്ന സഹോദരിക്ക് സ്നേഹത്തോടെ കൈ കൊടുത്തിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ മനസ്സില്ലാത്തവൻ കൈയടിക്കരുത്, സ്തോത്രം പറയരുത്. ഇത് കത്തുന്ന ഉണർവ് എവിടാന്നറിയാമോ? കീബോർഡിലല്ല, ഡ്രം സെറ്റിലല്ല, ഹൃദയത്തിനകത്താണെങ്കിൽ ഇന്ന് രാത്രി അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പം ഹൃദയ വിശുദ്ധിയാകട്ടെ.